പെരിയാറിലെ മത്സ്യക്കുരുതിക്ക് കാരണം ഏലൂരിലെ ഷട്ടർ തുറന്നതിന് പിന്നാലെ ഓക്സിജൻ ലെവൽ കുത്തനെ താഴേക്ക് പോയതാണെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് വ്യക്തമാക്കുന്നു. പെരിയാറിൽ രാസമാലിന്യം കണ്ടെത്തിയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്രാഥമിക റിപ്പോർട്ട് മലിനീകരണ നിയന്ത്രണ ബോർഡ് സബ് കളക്ടർക്ക് കൈമാറി. വെള്ളം നിയന്ത്രിച്ചു വിട്ടിരുന്നുവെങ്കിൽ ഓക്സിജൻ ലെവൽ നിയന്ത്രിക്കാമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മെയ് 20-ന് വൈകിട്ട് 3:30-നാണ് ഷട്ടറുകൾ തുറന്നത്. അന്ന് രാവിലെ വെട്ടുകാട് നിന്നും ശേഖരിച്ച വെള്ളം പരിശോധിച്ചപ്പോൾ ഓക്സിജൻ ലെവൽ 6.4 ആയിരുന്നു. ഷട്ടർ തുറന്ന ശേഷം ഓക്സിജന്റെ ലെവൽ 2.1 കുറഞ്ഞതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഏലൂരിലെ ഷട്ടറുകൾ ഒരുമിച്ച് തുറന്നിരുന്നില്ലെന്നും ഇത്തവണ വെള്ളം നിയന്ത്രിച്ച് വിടുന്നതിൽ ഇറിഗേഷൻ വകുപ്പിന് ഗുരുതര വീഴ്ചയാണുണ്ടായെന്നും കലക്ടർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ കുഫോസ് ഇന്ന് ഫിഷറീസ് വകുപ്പിന് റിപ്പോർട്ട് സമർപ്പിക്കും. മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങാൻ ഇടയായതിന്റെ ശാസ്ത്രീയ കാരണങ്ങൾ വ്യക്തമാക്കുന്ന സമഗ്രമായ റിപ്പോർട്ടായിരിക്കും നൽകുക. ഇതിന്റെ ഭാഗമായി കുഫോസ് ഗവേഷക സംഘം ചത്ത മത്സ്യങ്ങളുടെയും പെരിയാറിലെ ജലത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. ഫിഷറീസ് വകുപ്പിന്റെ നിർദ്ദേശാനുസരണം സർവകലാശാല VC ആണ് ശാസ്ത്രീയ പഠനത്തിന് ഉത്തരവിട്ടത്. അഷ്റഫ് കരിപ്പായിൽ, ജയ്ഹിന്ദ് ന്യൂസ്, കൊച്ചി.